എല്ലാവർക്കും നമസ്കാരം. ഈ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങിയിട്ട്, അതായത് ഫിനാൻഷ്യൽ ഇയർ 2025-26 തുടങ്ങിയിട്ട് 12 ലക്ഷം വരെയുള്ള ഇൻകം ഉള്ളവർക്ക് ടാക്സ് ഇല്ല. നോ ടാക്സ്. ടാക്സ് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ IT റിട്ടേൺ ഫയൽ ചെയ്യരുത് എന്നല്ല. 4 ലക്ഷമോ അതിൽ കൂടുതലോ ടാക്സബിൾ ഇൻകം ഉള്ള ആൾക്കാർ റിട്ടേൺ ഫയൽ ചെയ്യണം. പക്ഷേ റിബേറ്റ് 60,000 ഉയർത്തിയതുകൊണ്ട് 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് ടാക്സ് ലയബിലിറ്റി 0 ആണ്. ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നല്ല ന്യൂസാണ്. നിങ്ങൾക്ക് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് 12 ലക്ഷം വരെയാണ് ഒരു വർഷം ഇൻകമെങ്കിൽ നിങ്ങൾ ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അതിൻ്റെ ഈൽഡ് കൂടുന്നു. ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിനെ വെച്ച് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ വളരെ ആദായകരമാണ്. ബൈ റെഗുലേഷൻ ഏകദേശം 16ഓളം ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിലാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരുന്ന ഈ മാർക്കറ്റ് സെനാരിയോയിൽ ഇന്ന് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ റിസർവ് ബാങ്ക് 0.25% ഇൻട്രസ്റ്റ് റെഡ്യൂസ് ചെയ്യണ്ടേ. ഇനി വരുന്ന കാലങ്ങളിൽ അടുത്ത ക്വാർട്ടറിലോ അതിൻ്റെ അടുത്ത ക്വാർട്ടറിലോ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ കുറച്ചുകൂടി നല്ല ആദായം ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിന് വെച്ച് കൂടുതൽ തരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി സ്റ്റേ ട്യൂൺ. ടിൽ ദെൻ, ബൈ ബൈ.